നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധം. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച്. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ഇലക്ഷൻ അടുക്കുമ്പോൾ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കാനുള്ള CPM-ന്റെ ഗൂഢശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. ഭക്തിയുടെ നിറവിൽ മകരച്ചൊവ്വ മഹോത്സവം. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. വിവിധ ദേവീക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീ ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനയൂർക്കാവിൽ അന്നദാന മണ്ഡപം നടപ്പന്തൽ സമർപ്പണം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരഫല അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനും സ്കൂളിനെ തകർക്കാനുള്ള നീക്കം അട്ടിമറിയിൽ CPM-ന് പങ്കുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ. മത്സരഫല അട്ടിമറിയിൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ KPST സംഘടനയ്ക്കോ പങ്കില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പട്ടാപ്പകൽ മോഷണം. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടറുടെയും മുറികളിൽ സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ നിന്ന് പണം കവർന്നു. മോഷ്ടാവിനെ കണ്ട ജീവനക്കാർ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് മുസ്ലിം ലീഗ്. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ചെറുപ്പിളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നാണ് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ ഇതുവഴി കടന്നു വരുന്നത്. ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനം കൊണ്ട് ജീവശ്വാസം നിലനിർത്തി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന നൂറുകണക്കിന് ആളുകളുടെ നിരവധി പ്രവർത്തകർ അണിനിരന്ന മാർച്ച് ഒടുവിൽ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തുതള്ളുമുണ്ടായി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ അടുത്തെത്തുമ്പോൾ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കാനുള്ള CPM-ന്റെ നീക്കത്തെ അനുവദിക്കില്ലെന്നും പാവപ്പെട്ട രോഗികൾക്ക് ഉപയോഗപ്രദമാകുന്ന കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും മരക്കാർ മാരായമംഗലം ആവശ്യപ്പെട്ടു. സർക്കാർ ആകെ നടത്തുന്ന ഡയാലിസിസ് സെൻ്ററുകൾ, ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന ഡയാലിസിസ് സെൻ്ററുകളും എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ മുന്നിലാണ്. അത് രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഈ സമരം കൊണ്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണക്കെ നാളെ ഈ സർക്കാർ ഇതൊക്കെ പരിഹരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഇത് പൂതലിരിച്ച പ്രസ്ഥാനമാണ്, ഭരണം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം പൂതലരിച്ച പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പൂതലരിച്ചാൽ പിന്നെ ആ മരം എന്തിനാ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കത്തിക്കാൻ പോലും ഉപകരിക്കാത്ത ഒരു സാധനമായി മാറുന്ന അവസ്ഥ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച പാരമ്പര്യം അവരിലില്ല. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, MS അഹമ്മദ്, മുഹമ്മദ് അലി മാസ്റ്റർ, KP വാപ്പുട്ടി, KT ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പട്ടാപ്പകൽ മോഷണം. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടറുടെയും മുറികളിൽ സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ നിന്നാണ് പണം കവർന്നത്. ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് താലൂക്ക് ആശുപത്രിയിൽ മോഷണം നടന്നത്. ഞായറാഴ്ച ആംബുലൻസ് ഡ്രൈവറുടെ ബാഗിൽ നിന്നും തിങ്കളാഴ്ച ഡോക്ടറുടെ മുറിയിലുണ്ടായിരുന്ന ബാഗിൽ നിന്നുമാണ് പണം നഷ്ടപ്പെട്ടത്. സെക്യൂരിറ്റി ജീവനക്കാരനും ആംബുലൻസ് ഡ്രൈവറും മോഷ്ടാവിനെ കണ്ട പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. സംഭവത്തിൽ ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പീച്ചി ഡാം അപകടം. ചികിത്സയിൽ കഴിയുന്ന നിമയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിക്ക് ബോധം തിരിച്ചുകിട്ടി. നിമയെ ഉടൻ ICUയിലേക്ക് മാറ്റിയേക്കും. അതേസമയം ചികിത്സയിൽ കഴിയുന്ന അയറിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക തുടരുകയാണ്. കുട്ടിയുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു. നില അതീവ ഗുരുതരമാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. മങ്കര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം കാട് മൂടി നശിക്കുന്നു. 2ാം നമ്പർ പ്ലാറ്റ്ഫോം കാട് മൂടിയതോടെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാർ. മാസങ്ങൾക്ക് മുൻപ് മോടി പിടിപ്പിച്ച മങ്കര റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോം കാട് മൂടിയ നിലയിലാണ്. 2 മാസങ്ങൾക്ക് മുൻപാണ് മങ്കര റെയിൽവേ സ്റ്റേഷനെ തരം താഴ്ത്തപ്പെട്ടത്. എന്നാൽ നിരവധി യാത്രക്കാർ യാത്ര ചെയ്യാനെത്തുന്ന 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മുട്ടോളം ഉയരത്തിലാണ് കാട് പിടിച്ചു കിടക്കുന്നത്. ഇഴജന്തുക്കൾ വന്നാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. രാവിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിനെയാണ് ആശ്രയിക്കുന്നത്. 5 പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. കാട് വെട്ടി പ്ലാറ്റ്ഫോം ശുചീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സ്റ്റേഷനിൽ ഏകദേശം 6 മാസം മുമ്പാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമും മറ്റു സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നന്നായി ചെയ്തു കേന്ദ്ര സർക്കാർ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അവിടെ വെച്ചാൽ ഏകദേശം ഇരിക്കുന്ന സ്ഥലത്ത് നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഏകദേശം നമ്മൾ മുട്ടിൻ്റെ ഭാഗത്തോളം ചെടികളും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഏകദേശം 5 ട്രെയിനോളം നമ്മുടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാവിലെയുള്ള 6:10 പിന്നെ പാലക്കാട് നിലമ്പൂർ ട്രെയിന് ഏകദേശം നല്ലൊരു ആൾക്കാർ അവിടെ വന്നുകൊണ്ടിരിക്കും യാത്രക്കാർ. പക്ഷേ ഇഴജന്തുക്കളിലെയും അതുപോലെ ലൈറ്റിൻ്റെ സംവിധാനവുമായി കൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുത്ത് അത് അവിടെ വൃത്തിയാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതപ്പുഴയിൽ ഷൊർണൂർ കൊച്ചി പാലത്തിനു താഴെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലത്തിന്റെ കോൺക്രീറ്റ് പില്ലറിന് താഴ്ഭാഗത്താണ് ഏകദേശം 35 വയസ്സ് പ്രായം തോന്നുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് പ്രദേശവാസികൾ പുഴപ്പാലത്തിന് താഴെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അന്യസംസ്ഥാനക്കാരനായ യുവാവാണെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ ഈ പരിസരത്ത് കണ്ടുവരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. പേരോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ലെന്ന് ഷൊർണൂർ പോലീസ് പറഞ്ഞു. CI V രവികുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നഗരസഭാ കൗൺസിലർ EP നന്ദകുമാറും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരഫല അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനും സ്കൂളിനെ തകർക്കാനുള്ള നീക്കം അട്ടിമറിയിൽ CPMന് പങ്കുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTA-ക്കോ പങ്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കലോത്സവ നടത്തിപ്പിൽ ആദ്യമായി പ്രീ പ്രൈമറി കലോത്സവം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. കലോത്സവത്തിന്റെ ഓരോ ദിനവും കഴിയുമ്പോഴും QIP-യുടെ വിലയിരുത്തൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനം മികച്ചത്. കലോത്സവ ചരിത്രത്തിൽ തന്നെ കുറവ് അപ്പീലുകൾ. കലോത്സവത്തെക്കുറിച്ച് യുക്തിരഹിതമായ ആരോപണങ്ങൾ പ്രത്യേകിച്ചും ജഡ്ജ്മെൻറ്റിൽ വന്നപ്പോൾ ജഡ്ജ്മെൻറ്റ് രേഖകൾ അധികാരികൾ പരിശോധിക്കുകയും 100% രേഖകൾ കൃത്യമാണെന്ന് കണ്ടെത്തൽ. വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ചില ഫലങ്ങളിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത അല്ലെങ്കിൽ കരുതി കൂട്ടിയുള്ള തിരുത്തുകൾ കണ്ടെത്തി. വെബ്സൈറ്റിൽ ഫലത്തിൽ വന്ന ഈ മാറ്റം കണ്ടെത്താനായത് ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ടുകൾ കൃത്യമായതുകൊണ്ടും വ്യക്തമായതും കൊണ്ടുമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPSTA-യും പ്രോഗ്രാം കമ്മിറ്റിയും അധികാരികളോട് ആവശ്യപ്പെട്ടു. സംഘടന കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ എല്ലാവിധ പൂർണ്ണ പിന്തുണയും നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPSTA-യും പ്രോഗ്രാം കമ്മിറ്റിയും അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ എല്ലാവിധ പിന്തുണയും സംഘടന നൽകി. ഇതുപ്രകാരം ബന്ധപ്പെട്ട അധികാരികൾ കലോത്സവ IT റൂം കൈകാര്യം ചെയ്തവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹിയറിംഗ് നടത്തുകയും ഈ കൃത്യം ചെയ്തവരിൽ സംഘടനയുടെ ഒരു പ്രതിനിധിയും പങ്കാളികൾ അല്ലെന്ന് നിസ്സംശയം പറയുന്നു. ഇപ്പോൾ നടക്കുന്നത് KPSTA സംഘടനയെ താറടിച്ചു കാട്ടാനുള്ള നിഗൂഢ ശ്രമങ്ങൾ ആണെന്നും സംഘടന അത് ചെറുക്കുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെബ്സൈറ്റിൽ ഇത്തരം തിരുത്തുകൾ നടന്നത് ഒരിക്കലും പ്രോഗ്രാം കമ്മിറ്റി IT റൂം വച്ചല്ല നടന്നത്. ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് പുറത്തുനിന്നാണ് തിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനോ സ്കൂളിനെ തകർക്കാനുള്ള നീക്കം അട്ടിമറിയിൽ CPMന് പങ്കുണ്ടോ എന്ന് കോൺഗ്രസ് സംശയിക്കുന്നതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അതിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കോ അതിൽ യാതൊരു പങ്കുമില്ല. ഹൈസ്കൂൾ സെക്ഷനിലെ ഓരോ ട്രോഫി നേടിയിട്ടുള്ളത് എടപ്പല ഹൈസ്കൂളാണ്. അത് KPSTA-ക്ക് എന്ന് പറയുന്ന കോൺഗ്രസ് അനുകൂല സംഘടന അതിനോട് ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടില്ല. പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട
ചില അധ്യാപകർ ആണ് ഇതിൻ്റെ ആരോപണത്തിൻ്റെ മേലിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ അന്വേഷണത്തിൽ കണ്ടിട്ടുള്ള ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ നിഗമനങ്ങളിൽ അത് കോൺഗ്രസ് അനുഭാവമുള്ള ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ CPM നടത്തി വരുന്ന ഈ സമരം എന്നുള്ളത്, സമരാഭാസം എന്നുള്ളത്, അവർ വിളയൂരിലെ പല വിഷയങ്ങളും, പഞ്ചായത്തിനെതിരായി വരുന്ന പല വിഷയങ്ങളിലും വിളയൂരിലെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര ആഭാസമായിട്ട് മാത്രമാണ് ഞങ്ങളതിനെ കാണുന്നത്. അപ്പോൾ ആ സമരങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് ഭാവിയിൽ നമുക്ക് കാണാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രവണത, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ക്രമക്കേട്, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTAക്കോ പങ്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ നീലടി സുധാകരൻ, VM മുസ്തഫ, KPSTA ഭാരവാഹികളായ PM രാജേഷ്, ബാബു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഗുരുവായൂരിൽ വാഹനപൂജ നടത്തി മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ മിനി ലോറിയുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. അരിമ്പൂരിൽ രാവിലെ 10:45 അപകടം. പാലക്കാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കുട്ടികളടക്കം മറ്റ് 4 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ മുൻവശം പാടെ തകർന്നിട്ടുണ്ട്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോക്കുപടി 5-ാം വാർഡിലെ ടാറിംഗ് പൂർത്തിയായ റോഡ് നാടിന് സമർപ്പിച്ചു. ലക്ഷം വീട് കോളനിക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന റോഡ് വാർഡ് മെമ്പർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോക്കുപടി 5-ാം വാർഡിൽ ഉൾപ്പെട്ട ലക്ഷം വീട് കോളനി റോഡാണ് നിവാസികൾക്കായി സമർപ്പിച്ചത്. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ AK മുഹമ്മദ് അലി നാടിന് സമർപ്പിച്ചു. കാലമായി പലരുടെയും അവജ്ഞത കാരണം ഈ റോഡ് ഇങ്ങനെ കടന്നു. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായും പൊട്ടി നശിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി പോക്കുപടി ബിരിയാണിക്കട മെയിൻ റോഡ് വരെ ചെയ്യാനുള്ള ഫണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ഒട്ടനവധി കുണ്ടും കുഴികളും പൈപ്പ് ലൈൻ പോകുന്നതിന്റെ ഭാഗമായി അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. ഒരു 100 മീറ്ററും കൂടി കുറവ് വന്നു. നമ്മൾ MLA-നോടും അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളോടൊക്കെ നിരവധി പ്രാവശ്യം കൈനീട്ടുകയും യാചിക്കുകയും തന്നെ ചെയ്യുകയുണ്ടായി. ഒരു മെമ്പർക്ക് അങ്ങനെ യാചിക്കാൻ പറ്റുകയില്ല, അപേക്ഷിക്കാനും പറ്റില്ല. എന്നാലും ഈ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രാവശ്യം MLA-യോടും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോടും ഒക്കെ ചോദിച്ചു. ബ്ലോക്കിനാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, വീതിയുള്ള റോഡ് വേണം. എങ്കിലും നമ്മൾ പഞ്ചായത്തിൻ്റെ വക ഫണ്ട് വിലയിരുത്തി ഒരു കോൺട്രാക്ടറെ, ഈ ടാറിങ് ചെറിയ ടാറിങ് കാരണം ആരും എടുക്കാൻ തയ്യാറായില്ല, ഒരു കോൺട്രാക്ടറെ നിർബന്ധിച്ചുകൊണ്ട് വർക്ക് എടുപ്പിക്കുകയും ഏകദേശം ഈ റോഡിൻ്റെ 90% പൂർത്തിയാവുകയും ചെയ്തു. ഇലക്ഷൻ സമയത്ത് റോഡ് ടാറിംഗ് പണി നടത്തുമെന്ന് MLA നേരത്തെ നിവാസികൾക്ക് വാഗ്ദാനം നൽകിയെങ്കിലും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രസംഗത്തിൽ മെമ്പർ മുഹമ്മദ് അലി കുറ്റപ്പെടുത്തി. ചടങ്ങിന് റഫീഖ് സ്വാഗതം പറഞ്ഞു. നിരവധി കോളനി നിവാസികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വസ്ത്രവ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഉയർന്ന നികുതി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ വലിയ തൊഴിൽ ദാതാവെന്ന നിലയിലുള്ള പരിഗണന വസ്ത്രവ്യാപാര മേഖലയ്ക്ക് നൽകണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓൺലൈൻ വ്യാപാരവും കുത്തകകളുടെ കടന്നുകയറ്റവും കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയെ ദുർബലപ്പെടുത്തുകയാണ്. നികുതി ഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചെങ്കിലും ശാശ്വത പരിഹാരമാണ് ആവശ്യം. കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന നിലയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. ജനുവരി 16 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പ്രതിസന്ധികളും പരിഹാരമാർഗങ്ങളും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ മാത്രമല്ല, പൊതുവായിട്ടുള്ള ഇതാണ്. അപ്പോൾ ചെറുകിട മേഖല ഇല്ലെങ്കിൽ തന്നെ ചെറുകിട മേഖല വല്ലാതെ പ്രയാസത്തിലാണ് ചെറുകിട മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ടെക്സ്റ്റൈൽസിന്റെ മെമ്പർമാരെ പരിപാടികൾ കാണാൻ പോകുന്ന പല കച്ചവട സ്ഥാപനങ്ങളും ഇന്ന് നിലവിലില്ല, കൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ GST 18% കച്ചവട മറ്റേ വാടക കെട്ടിടങ്ങൾക്കുള്ള 18% എന്നുള്ള ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. ചെറിയൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40,000-ഓളം വ്യാപാരികൾക്ക് കേരളത്തിൽ അതിനൊരു ആശ്വാസം കിട്ടി. എന്നാലും ബാക്കിയുള്ള കച്ചവടക്കാർക്ക് കിട്ടിയിട്ടില്ല. കച്ചവടം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രയാസം. അതിനൊപ്പം തന്നെ ഈ കോർപ്പറേറ്റ്, അതിനൊപ്പം തന്നെ ഗവൺമെന്റുകളുടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MS സിറാജ്, പ്രസിഡന്റ് M കുമാരൻ, ട്രഷറർ ഷാനവാസ്, ഫൈസൽ ശോഭ, C കൃഷ്ണകുമാർ, അഭിലാഷ്, കാജ ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ ഓഫീസ് ഓങ്ങല്ലൂരിൽ തുറന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് TY ഷിഹാബുദ്ദീൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ ഓഫീസാണ് ഓങ്ങല്ലൂരിലെ കാരക്കാട് റോഡിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് TY ഷിഹാബുദ്ദീൻ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശ്രീ കെ കരുണാകരന്റെ നാമധേയത്തിലുള്ള ലീഡർ സ്റ്റഡി സെന്റർ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനായ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു കാലത്തും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് ലീഡറുടെ ജീവിതം. രാഷ്ട്രീയത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്തുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കേരളത്തിൽ കടന്നുപോയത്. അതിൽ നിന്നെല്ലാം കൈപിടിച്ചുയർത്തി കോൺഗ്രസിനെ കേരളത്തിലെ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി കോൺഗ്രസ് തീർന്നു എന്ന് രാഷ്ട്രീയ എതിരാളികൾ പലരും വിധിയെഴുതിയപ്പോൾ അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടവും പൂർണ്ണ ബുദ്ധിയും കൊണ്ട്, രാഷ്ട്രീയ തന്ത്രവും കൊണ്ട് കോൺഗ്രസിനെ തിരിച്ച് കേരളത്തിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ബഹുമാനായ ലീഡർ. ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജയദേവൻ അധ്യക്ഷത വഹിച്ചു. PV രവീന്ദ്രനാഥ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇബ്രാഹിം ബാപ്പു, AK മുഹമ്മദ് അലി, മെമ്പർ മുസ്തഫ, കമറുദ്ദീൻ ഷാ, നാരായണൻ ഗോപിനാഥ്, PK അനിൽകുമാർ, റഫീഖ് നമ്പാടം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വാടാനംകുറിശി ശ്രീ ചോറൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തി ശംഭു എംബ്രാന്തിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവിൽ രാവിലെ 9 മണിയോടെയാണ് പൊങ്കാല സമർപ്പണം നടന്നത്. ക്ഷേത്രം മേൽശാന്തി ശംഭു എംബ്രാന്തിരി അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് 100ഓളം സ്ത്രീകൾ പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷ പൂജകളും നടന്നു. ഫെബ്രുവരി 23 ഞായറാഴ്ചയാണ് ദേശത്താലപ്പൊലി ആഘോഷിക്കുക. ക്ഷേത്രത്തിൽ താലപ്പൊലിയോടനുബന്ധിച്ച് കളമ്പാട്ടും നടന്നു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരം. 100 കണക്കിന് സ്ത്രീ ഭക്തർ തട്ടകത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചു. വള്ളുവനാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ നാളിൽ നടന്ന പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി. 100 കണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. നിരവധി സ്ത്രീകൾ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. പുരാതന കാലം മുതൽ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ ക്ഷേമത്തിനും വേണ്ടി എല്ലാ വീടുകളിലും നിവേദ്യം വെച്ച് സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം നിവേദിക്കാൻ തുടങ്ങിയിട്ടുള്ള സമ്പ്രദായം കണയ പ്രദേശത്തെ ഒരുവിധം എല്ലാ വീടുകളിലും ചെയ്തിരുന്ന ഒരു കർത്തവ്യമാണ്. പിൽക്കാലത്ത് ഈ കാലം മാറുന്ന അവസരത്തിൽ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, പല മാറ്റങ്ങളും വന്നു. അങ്ങനെ വീട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു സമ്പ്രദായം മാറി. കുറേ പേര് അന്ന് ക്ഷേത്രത്തിൽ വന്നിരുന്നു. ക്ഷേത്രത്തിൽ വന്നിട്ട് ഒന്നിച്ച് നിവേദ്യം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവിടുന്ന് അതും മാറി. പിന്നീട് ഇത് ശോഷിച്ച് ഇല്ലാതാവുന്ന ഒരു ഘട്ടം എന്നുള്ളതെനിക്ക് വന്നപ്പോൾ ഈ പൊങ്കാല രീതിയിൽ വർഷത്തിലൊരിക്കലും മകരച്ചൊവ്വ ദിവസം പറ്റാവുന്ന തട്ടകത്ത് നിവാസികൾ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ച് നിവേദ്യം ഉണ്ടാക്കി അത് ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള ഒരവസരം. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ, ട്രഷറർ ശ്രീനാരായണൻ, PV ശ്രീധര വാര്യർ, രാവുണ്ണി, അജിത്, കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത്, അപ്പനത്ത് ഗോപിനാഥൻ, സത്യൻ മുണ്ടേങ്കോട്, ഹരിദാസ് ചാങ്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അന്നദാന മണ്ഡപം, നടപ്പന്തൽ എന്നിവയുടെ സമർപ്പണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ്
പാലക്കാട് ഡിവിഷൻ ചെയർമാനായ ശ്രീ ദന്തലെ ആദ്യ ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു കാലം. ദേവസ്വം ബോർഡിന്റെ ഓരോ യോഗങ്ങളിലും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള നൂറുകണക്കിന് അമ്പലങ്ങളുടെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റിനാണ്. ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ഹരിദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. രവികുമാർ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, പഞ്ചായത്ത് അംഗം എ വിജിത, ക്ഷേത്രം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ശശികാന്ത്, അന്നദാന കമ്മിറ്റി സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ, ജനകീയ കമ്മിറ്റി സെക്രട്ടറി കെ പി സ്വാമിനാഥൻ മാസ്റ്റർ, മാതൃസമിതി പ്രസിഡന്റ് എൻ സത്യഭാമ, സ്റ്റാഫ് പ്രതിനിധി എൻ കെ ഗോപാലകൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് അംഗം പി സുനിൽകുമാർ, സി പി രാജകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധം. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച്. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ഇലക്ഷൻ അടുക്കുമ്പോൾ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കാനുള്ള CPM-ന്റെ ഗൂഢശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. ഭക്തിയുടെ നിറവിൽ മകരച്ചൊവ്വ മഹോത്സവം. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. വിവിധ ദേവീക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീ ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനയൂർക്കാവിൽ അന്നദാന മണ്ഡപം നടപ്പന്തൽ സമർപ്പണം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരഫല അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനും സ്കൂളിനെ തകർക്കാനുള്ള നീക്കം അട്ടിമറിയിൽ CPM-ന് പങ്കുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ. മത്സരഫല അട്ടിമറിയിൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ KPST സംഘടനയ്ക്കോ പങ്കില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പട്ടാപ്പകൽ മോഷണം. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടറുടെയും മുറികളിൽ സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ നിന്ന് പണം കവർന്നു. മോഷ്ടാവിനെ കണ്ട ജീവനക്കാർ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.